ഗോമൂത്ര വിദഗ്ധൻ പരാമർശത്തിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് അങ്ങ് ലോക്സഭയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണ സമിതിയെയും അതിലെ അംഗമായ IIT മദ്രാസ് ഡയറക്ടറെയും ഗോമൂത്ര വിദഗ്ധൻ എന്നാണ് പ്രിയങ്ക ഗാന്ധി MP ലോക്സഭയിൽ പരിഹസിച്ചത്. ഇത് BJPക്കും അവരുടെ മറ്റ് MPമാർക്കും ഉണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല. ലോക്സഭയിലെ MPമാർ മാത്രമല്ല, ലൈവ് ടെലികാസ്റ്റിംഗിലൂടെ ലോകം മുഴുവനും ഈ വിളി കേട്ടു. ഇതാണ് BJPക്ക് നാണക്കേടുണ്ടാക്കിയ ഘടകം. ഇതിനു പിന്നാലെ പ്രിയങ്ക ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് BJP MP അനുരാഗ് ഠാക്കൂർ. ശക്തമായ ഭാഷയിൽ വ്യക്തിഹത്യ നടത്തിയാണ് അനുരാഗ് ഠാക്കൂർ ആഞ്ഞടിച്ചിരിക്കുന്നത്. തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന എന്തോ വസ്തുവാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കഴിക്കുന്നതെന്നും അതിനു പകരം ഇരുവരും അല്പം ഗോമൂത്രം കുടിക്കുന്നത് നന്നായിരിക്കുമെന്നും അനുരാഗ് ഠാക്കൂർ സഭയിൽ പരിഹസിച്ചു. ഏറ്റവും മോശമായ പദപ്രയോഗങ്ങളാണ് MP രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ നടത്തിയിട്ടുള്ളത്. ഗാന്ധി കുടുംബവും കോൺഗ്രസും നിരന്തരം രാജ്യത്തിന്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും അപമാനിക്കുകയാണെന്നും അനുരാഗ് ഠാക്കൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ പ്രമുഖ ശാസ്ത്രജ്ഞനും അധ്യാപകനും പ്രധാനമന്ത്രിയുടെ അഡ്വൈസറി AI ടാസ്ക് ഫോഴ്സ് മുൻ ചെയർമാനുമായ പ്രൊഫസർ V കാമകോടിയെയാണ് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചത്. ഇതിലാണ് തിരിച്ചും അതേ ഭാഷയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ പ്രിയങ്ക ഗാന്ധിയെ തിരിച്ച് BJP MP അപമാനിച്ചിരിക്കുന്നത്. കാമകോടിക്ക് RSSുമായി ബന്ധമുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ലെന്ന് വ്യക്തമാക്കിയ ഠാക്കൂർ പ്രിയങ്ക ഗാന്ധിയും RSSൽ ചേരണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ചില മൂല്യങ്ങൾ പഠിക്കാനും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുമെന്നും അനുരാഗ് ഠാക്കൂർ സഭയിൽ പറയുന്നു. നിഷ്കളങ്കമായ മുഖഭാവത്തോടെയും ചെറുപുഞ്ചിരിയോടെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രിയങ്ക ചെയ്യുന്നതെന്നും MP വിമർശിക്കുന്നുണ്ട്. സ്പീക്കറോട് പോലും ചിരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയങ്ങളെ അവർ നിസ്സാരവൽക്കരിക്കുകയാണെന്നും സ്വന്തം സർക്കാരിന്റെ കാലത്തെ തെറ്റുകളും പരാജയങ്ങളും മറച്ചുവെക്കാനാണ് ഇതിലൂടെ ശ്രമിക്കുന്നതെന്നുമാണ് MPയുടെ മറ്റൊരു വിമർശനം. രാഹുൽ ഗാന്ധിയേക്കാൾ അല്പമെങ്കിലും ഭേദം പ്രിയങ്ക ഗാന്ധി ആയിരിക്കുമെന്ന് താൻ കരുതിയിരുന്നതായും ഠാക്കൂർ പരിഹസിക്കുന്നുണ്ട്. എന്നാൽ IIT ഡയറക്ടറെക്കുറിച്ചുള്ള പരാമർശം കേട്ടപ്പോൾ സഹോദരനും സഹോദരിയും ഒരേ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലായെന്നാണ് മറ്റൊരു വിമർശനം. വിദ്യാഭ്യാസ സമിതിയിൽ ഒരു IT കമ്പനി ഉടമയും മുൻ IB തലവനും ഒരു ഗോമൂത്ര വിദഗ്ധനുമാണുള്ളതെന്നും ഇവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തറിയാമെന്നുമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പരിഹാസം. ഇത് വലിയ വിമർശനങ്ങൾക്ക് അന്നേ ഇടയാക്കിയിരുന്നു. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പ്രിയങ്ക ഗാന്ധി മോദിയുടെ പ്രത്യേക വകുപ്പിനെ കണക്കിനെ വിമർശിച്ചത്. ഇത് മോദിയുടെ ആത്മാഭിമാനത്തിനേറ്റ വലിയ തിരിച്ചടിയായി BJPക്കാർ വിലയിരുത്തുന്നുണ്ട്. ഈ പരാമർശം സഭയിൽ പ്രിയങ്ക ഗാന്ധി നടത്തിയപ്പോൾ തന്നെ BJPക്കാർ വലിയ ഒച്ചപ്പാടുകളാണ് സൃഷ്ടിച്ചത്. എന്നാൽ അതിലൊന്നും തകരാതെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രിയങ്ക വിമർശനം തുടർന്നത്. ഇതിനു പുറമെ ബുധനാഴ്ച സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധിയും BJPയെയും മോദിയെയും RSSനെയും കടന്നാക്രമിച്ചിരുന്നു. അതിൽ വിഡ്ഢി എന്ന പദപ്രയോഗം തങ്ങളെ ലക്ഷ്യം വെച്ചാണെന്ന് ചൂണ്ടിക്കാട്ടി BJPക്കാർ രംഗത്ത് വന്നിരുന്നു. ഈ പരാമർശത്തിനെതിരെയും ശക്തമായ ഭാഷയിലാണ് BJP തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നത്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിമർശനങ്ങൾ പക്ഷേ കേൾക്കാൻ മോദിയും അമിത്ഷായും ഒന്നും സഭയിൽ എത്താറു പോലുമില്ല. ഇവരുടെ അഭാവത്തിൽ മോദി ഭക്തരായ MPമാരാണ് രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇവരുടെ വിമർശനങ്ങൾ അതിരുകടക്കുമ്പോൾ അതിനുള്ള മറുപടി പ്രിയങ്കയിൽ നിന്നും രാഹുൽ ഗാന്ധിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ.